ബിഗ് ബോസ് മലയാളം സീസൺ 8 ഏറ്റവും വലിയ വാർത്ത എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഗ്നി പരീക്ഷയിലൂടെ സാധാരണക്കാർക്ക് കൂടി അവസരം കിട്ടുന്നു. പലരും ചോദിക്കുന്നു എങ്ങനെ ബിഗ് ബോസിൽ എത്താമെന്ന്. ഇത്തവണത്തെ ഈ പരീക്ഷ ജയിച്ചു കയറാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 സീക്രട്ട് ടിപ്സ് ഇതാ. ആദ്യത്തെ കാര്യം, ബി യുവർ സെൽഫ്. ആരെയും അനുകരിക്കരുത്. പലരും ബിഗ് ബോസിൽ എത്തിയ ശേഷം കഴിഞ്ഞ സീസണിലെ അഖിൽ മാരാറെയോ റോബിനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ പോലെ പെരുമാറാൻ ശ്രമിക്കും. അത് വലിയ വണ്ടത്തരമാണ്. നിങ്ങൾ ആരാണോ അതാണ് കാണിക്കേണ്ടത്. നിങ്ങളുടെ ഒറിജിനൽ സ്വഭാവം, നിങ്ങളുടെ തമാശ, നിങ്ങളുടെ കോപം ഇതെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തണം. ഫേക്ക് ആണെന്ന് തോന്നിയാൽ ഈ അഗ്നി പരീക്ഷയിൽ നിങ്ങൾ ആദ്യം പുറത്താകും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതകഥ. ബിഗ് ബോസ് ടീം തേടുന്നത് വെറും ഒരു സാധാരണക്കാരനെ മാത്രമല്ല, ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തിയെ കൂടെയാണ് അവർ നോക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പോരാട്ടം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു സംഭവം, ഇതെല്ലാം ഓഡീഷൻ വീഡിയോയിൽ കറക്റ്റായി ഉൾപ്പെടുത്തണം. വെറും തമാശ മാത്രം പോരാ, ഒരു ഇമോഷണൽ കണക്ട് കൂടി കൊണ്ടുവരണം. മൂന്നാമത്തെ കാര്യം, ക്യാമറ കോൺഫിഡൻസ്. അഗ്നി പരീക്ഷയിൽ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത് പ്രഗത്ഭരായ ആളുകളായിരിക്കാം. അപ്പോൾ മടി കൂടാതെ വ്യക്തമായി തന്റെ ഇടത്തോടെ സംസാരിക്കാൻ കഴിയണം. ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ പതറരുത്. നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാണ് ഈ ഗെയിമിലെ മെയിൻ ആയുധവും. ഓർക്കുക, അഗ്നി പരീക്ഷ എന്നത് വെറും ഒരു ഓഡീഷൻ അല്ല, ഇതൊരു സർവൈവൽ ടെസ്റ്റ് ആണ്. ഇതിന് തയ്യാറാണെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായും ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളിൽ ആരെങ്കിലും ഇത്തവണ ബിഗ് ബോസിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യൂ, നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഫോളോ ചെയ്യാൻ മറക്കല്ലേ.